അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഖുർആനിൽ ധാരാളമായി നമ്മൾ കാണാറുള്ള ജീം, ഈ അടയാളത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ജീം എന്നുള്ളതിൻ്റെ ഉദ്ദേശം വഖഫ് ജായിസ്, നിർത്തൽ അനുവദനീയം എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ധാരാളം സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ ജീമിനെ കാണാൻ പറ്റും. അവിടെ നമുക്ക് നിർത്താവുന്നതാണ്. ഈ ആയത്ത് നമ്മൾ ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ, ഖൈറുൻ എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. റായിനിക്ക് 2 ലൊമ്മ് തൻവീനുണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സുക്കൂനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഖൈർ, ഈ റായിനെ നമ്മൾ തർക്കീക്കാക്കിയിട്ട് നേർപ്പിച്ചാണ് നമ്മൾ പറയേണ്ടത്. റായിനിക്ക് സുക്കൂന് വരുമ്പോൾ നമ്മൾ തർക്കീക്കായിട്ട് പാരായണം ചെയ്യണം. അത് മറ്റൊരു നിയമമാണ്, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോൾ വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തർക്കീക്കാക്കി നേർപ്പിച്ചിട്ട് ആണ് നമ്മൾ അവിടെ ഉച്ചരിക്കേണ്ടത്. ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. ഇനി ഇവിടെ നിർത്താതെ നമ്മൾ ചേർത്തി ഓതുകയാണെങ്കിൽ റായിൻ്റെ സാദാ തഫ്ഖീമായ ശബ്ദത്തിലാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൽ ലൗ കാനൂ യഅലമൂൻ. സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഖൈർ എന്ന് പറഞ്ഞ് സുക്കൂനോടുകൂടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.